ഓം നമോ വിരാട് വിശ്വബ്രഹ്മണ്യ നമ. എല്ലാവർക്കും നമസ്തേ. ഞാൻ ഷിജു ആചാരി പവനൂർ. വിശ്വബ്രഹ്മ സമൂഹ മഠത്തിൻ്റെ ഈ ഒരു ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 4 ദിവസമായി നമ്മൾ പഞ്ചഭൂതങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് മുന്നോട്ട് വെച്ചത്. പഞ്ചഭൂതങ്ങളിൽ 4 ഭൂത ഘടകങ്ങളെയും കുറിച്ച് നമ്മൾ ഇന്നലെ വരെ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ചർച്ച ചെയ്യപ്പെടാനുള്ള ഭൂതം ജലഭൂതമാണ്. ഈ ജലഭൂതത്തെക്കുറിച്ചുള്ള ഈ അവതരണം കേൾക്കുന്നതിന് മുമ്പായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്കറിയാം, വിശ്വകർമ്മ സനാതന ധർമ്മ പരമ്പരയിലുള്ള കർമ്മ പരമ്പരാ പദ്ധതിയാണ് വാസ്തുശാസ്ത്രം, അല്ലെങ്കിൽ അതൊരു സനാതനമാണ്, അല്ലെങ്കിൽ അതൊരു ജീവിത രീതിയാണ് എന്ന് നമുക്ക് പറയാം. ആകാശവും വായുവും ഭൂമിയും അഗ്നിയും എങ്ങനെയാണോ 5 രീതികളിൽ അതിൻ്റെ ഉത്കൃഷ്ടതയെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നത്, അതേപോലെ തന്നെയാണ്, അല്ലെങ്കിൽ അതിനോട് ചേർന്നുകൊണ്ട് തന്നെയാണ് ജലഭൂതവും നമുക്ക് വേണ്ടി അതിൻ്റെ സ്പഷ്ടങ്ങളായ 5 തലങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഭൂമിയിൽ അതിൻ്റെ 74% വെള്ളമാണ്, അല്ലെങ്കിൽ ജലമാണ്. ഈ ജലം എല്ലാം ഒരുപോലെയല്ല, അല്ലേ? നമ്മുടെ തെളിനീര് പോലെയുള്ള ജലം ഉണ്ടാവാം, അഴുക്ക് ജലമുണ്ടാവാം, ഓരോ അമ്ലത കൂടിയ ജലമുണ്ടാവാം. അങ്ങനെ ഓരോ രീതിയിലുള്ള ജലവും നമുക്ക് കാണാവുന്നതാണ്. നമുക്ക് 5 രീതിയിലുള്ള ജലങ്ങളെ ഏതെല്ലാമാണ് എന്ന് നോക്കാം. 1 ഗംഗാജലം, 2 സർവജലം, 3 നർമ്മദാജലം, 4 സോമജലം, 5 സാഗരജലം. അങ്ങനെ 5 ജലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. ഉദാഹരണത്തിന് നമുക്കറിയാം, ആദ്യത്തേത് നമ്മുടെ ഗംഗാജലമാണ്. അതായത് പവിത്രതയെയും ശുദ്ധതയെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗംഗാജലം ഉപയോഗിക്കുന്നത്. നമ്മുടെ ഹൈന്ദവ സനാതന ധർമ്മത്തിലും വിശ്വകർമ്മ സനാതന ധർമ്മത്തിലും വാസ്തുപുരുഷ കർമ്മ സനാതന ധർമ്മത്തിലുമൊക്കെ തന്നെ നമ്മൾ ഏതൊരു പദ്ധതിയിലേക്ക് എടുത്ത് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ നമ്മളവിടെ ഗംഗയെ ആവാഹിച്ചിരുത്തി അത് ശുദ്ധമാക്കുക എന്നുള്ള കർമ്മമാണ് നമ്മൾ ചെയ്യുക. ഇതേപോലെ തന്നെ നമ്മുടെ നിർമ്മിതിയിലും ഗംഗയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. നമ്മുടെ നിർമ്മിതിക്കകത്തും ഗംഗയുടെ സ്ഥാനമുണ്ടായിരിക്കണം, നിർമ്മിതിക്ക് പുറത്തും ഗംഗയുടെ സ്ഥാനമുണ്ടായിരിക്കണം എന്നൊക്കെ പണ്ടുള്ളവർ പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പോൾ ഗംഗയുടെ സ്ഥാനം നമുക്കറിയാം, ഏതൊരു താന്ത്രിക വിധിയായാലും കൗളാചാരമാണെങ്കിലും അവിടെ ജലം കൊണ്ടുവന്ന് ശുദ്ധമാക്കിയതിന് ശേഷം മാത്രമേ അവിടെ ഒരു കർമ്മ പദ്ധതിയും ആരംഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഗംഗാജലം എന്ന് പറയുന്നത് പവിത്രതയുടെയും ശുദ്ധതയുടെയും ഘടകമാണ് എന്ന് നാം മനസ്സിലാക്കിയേ പറ്റുള്ളൂ. രണ്ടാമത്തേത് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് സർവ്വജലം. എന്താണ് സർവ്വജലം? നമുക്ക് എല്ലായിടത്തും ലഭിക്കുന്ന ജലത്തിനെയാണ് നമ്മൾ സർവ്വജലം എന്ന് പറയുന്നത്. ഇപ്പോൾ മഴവെള്ളം നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും, ഭൂമിയുടെ ഏതൊക്കെ ഭാഗമുണ്ടോ അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യും? മഴ വെള്ളം ലഭിക്കും. ഇതിനെയാണ് സർവ്വജലം എന്ന് പറയുന്നത്. സർവ്വജലം എന്ന് പറയുന്നത് ഭൗതികതയെ കാണിക്കുന്നതാണ്. അതൊരിക്കലും ആത്മീയപരവുമായി ബന്ധപ്പെട്ടതല്ല. ഭൗതിക തലത്തിൽ ഏത് ജലവും എന്താണ് ശുദ്ധതയുള്ളതും എന്നാൽ അതിൽ അശുദ്ധി കലർന്നതുമായിരിക്കുന്നതാണ് മഴവെള്ളം എന്ന് പറയുന്നത്. അത് എന്താണ്? അന്തരീക്ഷത്തിൽ നിന്ന് വരുന്നതാണ്. അത് ആകാശത്തിൽ നിന്ന്, ആകാശഭൂതത്തിൽ നിന്ന് ഉതിർന്നു വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ജലത്തിനെയാണ് നമ്മൾ സർവ്വജലം എന്ന്, എല്ലാ സ്ഥലങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന, എല്ലാ തലങ്ങളിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ജലത്തെയാണ് നമ്മൾ സർവ്വജലം എന്ന് പറയുന്നത്. മൂന്നാമത്തത് സോമജലം. സോമജലം എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, നമ്മുടെ ഭാരതത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ തന്നെ നമ്മൾ വേലിയേറ്റവും വേലിയിറക്കവും കാണാറുണ്ട്. ചാന്ദ്രിക ഊർജത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ജലഭൂതമാണ് സോമജലം എന്ന് പറയുന്നത്. അപ്പോൾ സോമജലം എന്ന് പറയുന്നത് ചാന്ദ്ര ഊർജത്തെ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഊർജ്ജങ്ങൾ. അപ്പോൾ വേലിയേറ്റവും വേലിയിറക്കവും, കടലിലെ വെള്ളം, അല്ലെ, വേലിയേറ്റവും കടലും തീരപ്രദേശവും കൂടി ചേരുന്ന സ്ഥലങ്ങളിലാണ് എന്തുള്ളത്? ചാന്ദ്രജലം അഥവാ സോമജലം നിലനിൽക്കുന്നത്.
അപ്പോൾ ചന്ദ്ര ഊർജത്തെ സ്വാധീനിക്കുന്ന ജലം അതാണ് സോമജലം എന്ന് പറയുന്നത്. ഇനി നാലാമത്തത് നർമ്മദാജലം. നർമ്മദാജലം എന്ന് പറയുന്നത് അതിന് ഒരു എന്താ പറയുക, രോഗശമനത്തിന് കാരണകരമായിരിക്കുന്ന അല്ലെങ്കിൽ കാരണകാരിയായിരിക്കുന്ന ജലത്തെയാണ് നമ്മൾ നർമ്മദാജലം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു നിർമ്മിതിയിൽ അതിൻ്റെ ജലം നമ്മൾ ആദ്യമായിട്ട് എടുക്കുമ്പോൾ അത് കിണറിൽ നിന്ന് കോരിയെടുക്കും അല്ലേ. അതേപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആത്മാവിന് നല്ല ഗുണങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മൾ വാട്ടർ മെഡിറ്റേഷൻ ചെയ്യും. വാട്ടർ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു ഗ്ലാസ് വെള്ളം ഉറങ്ങിയെണീച്ച് ഉടനെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് നർമ്മദയെ ആവാഹിച്ച് കുടിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, അതൊരു രോഗശമനകാരിയാണ്. അതുകൊണ്ട് രോഗശമനവുമായി ബന്ധപ്പെട്ട ഒരു ജലമാണ് നർമ്മദ ജലം എന്ന് പറയുന്നത്. ഇനി അവസാനത്തത് സാഗരജലം. ഏറ്റവും അവസാനത്തത് സാഗരജലം. അതായത് വിശാലമായ ശക്തിയുടെ പ്രതീകമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സാഗരജലം എന്ന് പറയുന്നത്. അപ്പോൾ സാഗരജലം നമുക്കറിയാം 74% എന്താണ് സാഗരജലമാണുള്ളത്. അപ്പോൾ ഇത് ജലഭൂതത്തിൻ്റെ ശക്തി സാഗരജലത്തിലാണ്. ജലഭൂതത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ വ്യാപ്തിയുള്ളത് ഗംഗാജലത്തിലും, അതിലും കൂടുതലുള്ളത് നർമ്മദയിലും, അതിലും കൂടുതലുള്ളത് സോമനിലും, അതിലും കൂടുതലുള്ളത് സർവ്വജലത്തിലും, അതിലും കൂടുതലുള്ളത് സാഗരജലത്തിലുമാണ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാവുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ ജലഭൂത വിന്യാസത്തെക്കുറിച്ച് ഇപ്പോൾ കേട്ട അറിവ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. വിശ്വബ്രഹ്മ സമൂഹ മഠത്തിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. വിശ്വബ്രഹ്മ സമൂഹ മഠത്തിൻ്റെ 12ാമത് ശിബിരം, സംസ്ഥാന പഠന ശിബിരം പെരുമ്പാവൂരിലുള്ള ദർശന ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഈ മാസം, അതായത് സെപ്റ്റംബർ മാസം 28, 29 തീയതികളിൽ നടക്കുകയാണ്. വാസ്തുവിദ്യയുടെ പ്രാരംഭ പഠന പദ്ധതികളെക്കുറിച്ചും അതേപോലെ തന്നെ ഗൃഹവാസ്തു, സ്ഥലവാസ്തു തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുമാണ് അവിടെ പ്രധാനപ്പെട്ട ക്ലാസ് നടക്കുന്നത്. ശിബിരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.